സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനയോടെ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ആദ്യത്തെ സക്രാരിയായിരുന്ന അമ്മേ, ഈശോയോട് ഞങ്ങളെയും ചേർത്ത് വെക്കണമേ. ആദിത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ റൂഹാതൻ ധൂപം നിറയ്ക്കൂ. ഓ ആത്മാവിൽ റൂഹാതൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനയോടെ ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ ഒന്നടയ്ക്കാം. പരിശുദ്ധയമ്മ, ആദ്യത്തെ സക്രാരിയായവൾ, ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ചവൾ, പരിശുദ്ധയമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സക്രാരിയോളം ചേർത്ത് വെക്കണമേ. മന്നയായ വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തണമേ. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ പരാജയപ്പെടാതെ പ്രത്യാശയിലേക്ക് ഞങ്ങളെ കൈപിടിക്കുന്ന വിശുദ്ധ കുർബാനയോട്, ദിവ്യകാരുണ്യത്തോട്, ഈശോയോട് പ്രിയമക്കളായ ഞങ്ങളെ അമ്മ മാതാവേ, അമ്മ ചേർത്ത് നിർത്തണമേ. അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെല്ലാവരും സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ തിരുവചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. വചനത്തിലൂടെ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവൻ ബെത്സൈദായിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്കു പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം 15-ാം ദിനത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി നാം കാതോർക്കുന്ന സമയമാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിനങ്ങളിലൂടെയെല്ലാം ദൈവം നമ്മളെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു. എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? ദൈവാനുഗ്രഹപ്രദമായി നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. തമ്പുരാൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഞങ്ങളെയും ശാലോം കൂട്ടായ്മയും പ്രത്യേകമായിട്ട് ഓർക്കണം കേട്ടോ. ഒത്തിരി ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിലൂടെ അനേകം ദൈവമക്കളെ ദൈവരാജ്യത്തിനായി നേടിയെടുക്കുവാൻ ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന ശാലോം കൂട്ടായ്മയിൽ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്നുകൂടെ
നിങ്ങൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അയച്ചു തരാം. നിങ്ങൾ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് ഇവിടേക്ക് അയച്ചു തരാം. ശലം കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിൽ ആ നിയോഗങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വലിയൊരു കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വലിയൊരു കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും ഒത്തിരി അധികം അനുഗ്രഹിക്കുവാനായി ഈശോയുടെ പക്കലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയുടെ വലിയ നീലമേലങ്കിയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുകയുണ്ടായി, നമ്മുടെ ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിൻ്റെ 3ാം ദിവസമാണിന്ന്. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകൾ, ബലഹീനതകൾ, സഹനങ്ങൾ, പോരായ്മകൾ, വീഴ്ചകൾ, ഇവയിലെല്ലാം പ്രകടമാകുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരം അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ കൈപിടിക്കുന്ന, നമ്മുടെ കുറവുകളിൽ നമുക്ക് താങ്ങായി നിൽക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിനത്തിലെ ശുശ്രൂഷകൾ. അപ്പോൾ നമ്മുടെ ഈ ബലഹീനതകളെ കൃപകളാക്കി ദൈവമേ രൂപാന്തരപ്പെടുത്തണമേ എന്നീ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടാൻ കാരണം ബലഹീനരായ സ്ലീഹന്മാരെല്ലാം പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഭയം നോടിയവരെ, പിടിച്ചു പോയവരെ എല്ലാം പരിശുദ്ധ അമ്മയാണ് ചേർത്ത് നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഒരുക്കിയത്. അതുപോലെ പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥമായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. ദൈവ കൃപയിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ വലിയൊരു പ്രത്യാശയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രവിച്ച വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ ഒരു അന്ധനെ സൗഖ്യപ്പെടുത്തുന്ന, അവന് കാഴ്ച തിരികെ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് വചനത്തിൽ നാം വായിച്ചു കേട്ടത്. ഈശോയുടെ പക്കലേക്ക് ഒരു അന്ധനെ കൊണ്ടുവന്നപ്പോൾ ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്നും അവരിൽ നിന്നും ആ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കണമെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റണം. ഇപ്പം എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ കുറവുകളിൽ, എൻ്റെ പോരായ്മകളിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ കടന്നു ചെല്ലണം എന്നുള്ള ഓർമ്മപ്പെടുത്തില്ല. ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക്, ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും, അവനായിരുന്ന ഇടത്തിൽ നിന്നും ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് ഈശോ അവനെ കൂട്ടിക്കൊണ്ടുപോയി. എന്ന് വെച്ചാൽ വ്യക്തിപരമായി അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെയാണ് നാം സുവിശേഷത്തിൽ കണ്ടത്. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബലഹീനതയിൽ, എൻ്റെ കുറവുകളിൽ, എൻ്റെ പോരായ്മകളിൽ എൻ്റെ ജീവിതത്തെ പേര് ചൊല്ലി വിളിച്ചെന്നതുപോലെ വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ കടന്നു വരണം. എൻ്റെ കൂട്ടുകെട്ടുകളെ മാറ്റിവെച്ച്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്കായി കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാനൊന്ന് കടന്നു വരണം. അപ്പോഴാണ് തെളിമയുള്ള കാഴ്ച നൽകി. നോക്കിയേ, തമ്പുരാൻ്റെ വലിയൊരു അഭിഷേകം അവിടെ കടന്നു വരിക. അന്ധൻ്റെ കണ്ണുകളിൽ ഈശോ സ്പർശിച്ചപ്പോൾ അവന് കാഴ്ച കിട്ടി. ഈശോനോട് ചോദിച്ചു, മോനെ നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ കാണുന്നുണ്ട്, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവർ ആ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. അപ്പോൾ വ്യക്തമായ കാഴ്ച ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണിത്. നമ്മുടെ കാഴ്ചകളിലെ വികലത, കാഴ്ചപ്പാടിലെ വികലത. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാൻ സാധിക്കാതെ മുൻവിധികളോടെ, തെറ്റായ ധാരണകളോടെ പലതും കാണുകയും നമ്മൾ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. വ്യക്തമായ അറിവും പൂർണ്ണമായ കാഴ്ചയും ലഭിക്കണമെങ്കിൽ തമ്പുരാൻ്റെ ഒരു
കരസ്പർശം ആവശ്യമുണ്ട്. ഈശോ വീണ്ടും അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചു. വചനം പറയുകയാണ്, അവൻ വീണ്ടും അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചു, ഇതാ അവന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ ഒരു കരസ്പർശം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചകൾ മാറും. പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ബലഹീനതയാണത്, ഒരു കുറവാണത്. ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എൻ്റെ കാഴ്ചകളാണ് ശരി എന്നുള്ള ധാരണയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒത്തിരിയധികം അസ്വസ്ഥതകൾ, പല കലഹങ്ങളും, പല കുടുംബ വഴക്കുകളും, വ്യക്തിബന്ധങ്ങളിലെ അകൽച്ചകൾക്കുമൊക്കെ കാരണം എൻ്റെ ചില മുൻവിധികൾ, എൻ്റെ ചില തെറ്റായ ധാരണകൾ, പൂർണ്ണമായ അറിവും ബോധ്യവുമില്ലാതെ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇതാ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിലൂടെ, വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൻ്റെ 2-ാം ഭാഗത്തിലൂടെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 18-ാം തിരുവചനം ഇങ്ങനെയാണ് പോകുന്നത്: ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നിനക്ക് ധനികനാകുവാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് നീ വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങുക. ദൈവീക ചൈതന്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒത്തിരി മാറും. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയങ്ങളിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും പലരും പറയുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പരാജയങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരാജയങ്ങളുടെ നടുവിലും പുത്തൻ സാധ്യതകളെ കാണുവാൻ, അതാണ് ദൈവത്തിൻ്റെ ചൈതന്യം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ പുതിയ വഴികൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നോക്കിയേ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന ജ്ഞാനികൾ, അവർക്ക് നക്ഷത്രം വഴിതെളിച്ചു. പല പ്രതിസന്ധികളിലൂടെയും കടന്ന് സംശയങ്ങളുണ്ടായിരുന്നു. ഹെറോദോസ് രാജാവിൻ്റെയൊക്കെ അടുക്കൽ പോയി വഴി ചോദിക്കുന്നുണ്ട്. അതെല്ലാം പിന്നിട്ട് ഈശോയുടെ സന്നിധിയിൽ അവർ വന്നു. പൊന്നും മീറയും കുന്തിരിക്കവുമൊക്കെ കാഴ്ചവെച്ച് തമ്പുരാനെ ആരാധിച്ചപ്പോൾ, തമ്പുരാനെ കണ്ടുമുട്ടിയപ്പോൾ ഇതാ അവർ തിരിച്ചു പോയതും മറ്റൊരു വഴിയാണ്. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ, എന്ന് വെച്ചാൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും, ദൈവീക ചൈതന്യം കുടികൊള്ളുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പുതിയ വഴികൾ, പുതിയ സാധ്യതകൾ ദൈവം തുറന്നു തരികയാണ്. പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഇതേപോലെ ദൈവത്തിൻ്റെ ചൈതന്യം ജീവിതത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പഴയ നിയമ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, ഇസ്രായേൽ സമൂഹം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ മോശെ ഇതാ കാനാൻ ദേശത്തെ ഒന്ന് കാണുവാനായിട്ട്, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ജനത്തിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്ത് കാനാൻ ദേശത്തേക്ക് അയക്കുന്നു. ആ 12 പേര് കാനാൻ ദേശം പോയി കണ്ട് തിരികെ എത്തി. അവർ കണ്ട കാര്യങ്ങളെക്കുറിച്ച് മോശയോടും ജനത്തോടും പറയുന്നുണ്ട്. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് നാം ഇതിനെക്കുറിച്ച് കാണുന്നത്. 25-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ ഇതാ തിരിച്ചെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ജനത്തെ മുഴുവൻ വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, നമുക്കവരെ കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല. കാനാൻ ദേശം പോയി കാണുവാൻ അയച്ച 10 പേർ വന്നു പറഞ്ഞത് ഇതാണ്: നീ പറഞ്ഞതുപോലെ സമൃദ്ധമായ ഒരു പ്രദേശമാണിത്, പക്ഷേ അവിടുത്തെ മനുഷ്യർ, ആൾക്കാർ മല്ലന്മാരാണ്, ശക്തരാണ്, കോട്ടമതിലുകൾ ശക്തമാണ്, നമുക്കതിനെ കീഴടക്കാനായിട്ട് പറ്റുകയില്ല. പ്രിയമുള്ളവരെ, 12 പേരിൽ 10 പേരിങ്ങനെ പറഞ്ഞപ്പോൾ 2 പേര്, കാലബും ജോഷ്വയും, ഇവരോട് കൂടെ പോയിരുന്നവരാണ്. അതിൽ കാലബ് പറഞ്ഞൊരു കാര്യമുണ്ട്: അവിടുത്തെ ദേശത്തെ ഞങ്ങൾ കണ്ടു, അങ്ങ് പറഞ്ഞതുപോലെ സമൃദ്ധമായ ദേശം, അവിടുത്തെ ആൾക്കാർ മല്ലന്മാരാണ്, ശക്തമായ കോട്ടകളൊക്കെ ഉണ്ട്, പക്ഷേ
കാലബ് കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവയെ കീഴടക്കുവാനായി നമുക്ക് പറ്റും. ഓക്കേ, 10 പേരുടെ കാഴ്ചപ്പാടും ഈ 2 പേരുടെ ചിന്താരീതിയും ഒരേ കാര്യം കണ്ടതിനെ ദൈവീക ചൈതന്യത്തോടെ ഇടപെട്ട ദൈവത്തിൻ്റെ ഇത്രയും നാള് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ 2 പേരാ. പകലും രാത്രിയും അഗ്നിമേഘ സ്തംഭങ്ങളായി നയിച്ച ദൈവം, വിശന്നപ്പോൾ കാടപക്ഷിയെ നൽകി മന്ന നൽകി അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ച ദൈവം, ചെങ്കടലിൻ്റെ മധ്യേ അവർക്ക് വഴിയൊരുക്കിയ ദൈവം. ഇതാ ആ ദൈവത്തെ മുന്നിൽ കാണുമ്പോൾ ഈ ശക്തമായ കോട്ടയെയും അവിടുത്തെ ശക്തമായ ആളുകളെയും അവിടുത്തെ ശക്തരായ ആളുകളെയും കീഴടക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അവർ പറഞ്ഞ കാര്യമാണ് ആ ദേശത്തെ കീഴടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ നിയമഗ്രന്ഥത്തിൽ കാലബിൻ്റെ ചൈതന്യം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, തമ്പുരാൻ്റെ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥയെ കൃപയോടെ അഭിഷേകത്തോടെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് സംതൃപ്തിയുടെ ഒരു ജീവിതം. അപ്പം ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥയിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഇതേ ദൈവചൈതന്യം ഉണ്ടാകണം. കുറവുകളെ ഓർത്ത് പരാതിപ്പെടുകയില്ല, മറിച്ച് നിറവുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ എൻ്റെ ബലഹീനതയെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്. ഇതാ തൻ്റെ കുറവുകളുടെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇതാ പരിശുദ്ധ അമ്മ ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ഇതാ ആ അവസ്ഥയിലും എലീശ പുണ്യവതിയെ ഓടിച്ചെന്ന് കണ്ട് അവളെ ശുശ്രൂഷിക്കുവാൻ പാകത്തിന് ഇതാ സംതൃപ്തമായ ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മ നയിച്ചത്. തമ്പുരാൻ കൂടെയുള്ള ഓരോ ജീവിതം എന്ന് പറയുന്നത് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതാണ്. തമ്പുരാനെ കണ്ടുമുട്ടിയ സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരാനായി കുടവുമായി ഇതാ യാക്കോബിൻ്റെ കിണറിനരികെ അവൾ നിൽക്കുമ്പോൾ അവളെ കാത്തു നിൽക്കുന്ന തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യത്തെ അവൾ സ്വന്തമാക്കിയപ്പോൾ ഇതാ കുടം അവിടെ ഉപേക്ഷിച്ച് അവൾ ആ ദൈവ ചൈതന്യത്തെ പകർന്നു കൊടുക്കുവാൻ ആ പട്ടണത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നാം കാണുകയാണ് ഒരു പട്ടണത്തെ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ പാകത്തിന് അവളുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. പ്രിയമുള്ളവർ, ഇതാണ് ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്ന ഇതാണ്. നിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ആത്മീയ തലങ്ങളിലേക്ക് ദൈവം നിന്നെ നയിക്കും. സംതൃപ്തമായൊരു ജീവിതം നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. കുറവുകളെ ഓർത്ത് സങ്കടപ്പെടേണ്ട ജീവിതമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം, മറിച്ച് ആ കുറവുകളെ കൃപകളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൽ ആശ്രയിച്ച് സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു നോമ്പുകാല ധ്യാനത്തിനായി ഞാൻ ബോംബെയിൽ പോയപ്പോൾ അവിടെ ഒരു ഇടവകയിൽ ധ്യാനത്തിന് പോയി. ആ ഇടവകയിൽ 3 ദിവസത്തെ ധ്യാനമായിരുന്നു. വൈകുന്നേരങ്ങളിലുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ അൾത്താര ശുശ്രൂഷയായിട്ട് സഹായിക്കുന്ന ഒരു സഹോദരൻ, പ്രിയമുള്ളവരെ 10-30 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി, മക്കൾ 2 പേര്. അപ്പോൾ ഈ ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു വരാം. 2ാം ദിനത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ 3ാം ദിനം പകൽ നേരത്ത് ഈ സഹോദരൻ്റെ വീട്ടിലൊന്ന് പോയി. ഈ സഹോദരൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. 10-30 വർഷമായിട്ട് ബോംബെയിൽ ജോലി ചെയ്യുന്ന 2 പേര്, ഭാര്യയും ഭർത്താവും 2 പേരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്, ഒരു ചുറ്റുപാടൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ചിന്തകളെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ച ഒരു കൊച്ചു വീട്. ഒരു കൊച്ചു വീടെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഭാഗം, ഈ അൾത്താരയുടെ ഭാഗം ഇത്രയൊക്കെ വരുള്ളൂ. കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കുന്നു. അവിടെ ഇരിക്കാനായിട്ടൊരു സെറ്റിയുണ്ട്. 2-3 ചെറിയ സ്റ്റൂളുകൾ, പിന്നെ ഒരു കർട്ടൻ ഇട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ, വീണ്ടും ഒരു കർട്ടൻ ഇട്ട് തിരിച്ചു. ഒരു കുഞ്ഞടുക്കള, അതിനോട് ചേർന്നൊരു ചെറിയ ബാത്റൂം, അടുക്കളയിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ, ഒരു ചെറിയ ഗ്യാസിൻ്റെ അടുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിലൂടെ നടക്കണമെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു പോകണം. നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, ഇങ്ങനെ ചെരിഞ്ഞ് നടക്കണം. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചു.
ഞാൻ അതിനുശേഷം അവർ നൽകിയ ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ആ കുടുംബനാഥ എന്നോട് പറഞ്ഞ പ്രാർത്ഥന നിയോഗം ഇതാണ്: അച്ഛാ, ഞങ്ങൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിച്ചു പോകുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു. ഇതുപോലെ മുന്നോട്ട് പോകുവാൻ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ച പ്രാർത്ഥനാ നിയോഗം ഇതാണ്: നല്ലൊരു ഭവനത്തിനു വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ മാറാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഇവർ പ്രാർത്ഥനാ നിയോഗം പറയുന്നത് എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ചേച്ചി പറഞ്ഞ കാര്യം ഇത്: അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു വീടൊക്കെ ആയിക്കോളൂ, ഞങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല, ഇപ്പോൾ നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ചേട്ടൻ ദേവാലയത്തിലെ ശുശ്രൂഷ അത് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെയാണ്, ചില ദിവസങ്ങളിൽ വൈകുന്നേരമാണ് കുർബാന. 2 മക്കളുണ്ട്. മൂത്ത മോള് അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ കുഞ്ഞ് +1 പഠിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ സന്തോഷമായിട്ട് സംതൃപ്തിയായിട്ട് പോകുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങൾ ഈ ചുറ്റുവട്ടത്ത് ഈ സാഹചര്യത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് മുന്നോട്ട് പോകുവാനായിട്ട്, ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുവാനായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ആ കുടുംബം. സ്നേഹമുള്ളവരെ, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോരുകയാണ്. ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും തമ്പുരാനിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറുമ്പോൾ, തമ്പുരാൻ്റെ ശക്തമായ ഇടപെടൽ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പരാജയങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പ്രത്യാശയോടെ നോക്കിക്കാണുവാനായിട്ടുള്ള ഒരു ആത്മീയ ദർശനം അവരുടെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ്, ദർശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് പറയുന്നു ഇതാണ്: നിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചകളെ മാറ്റുക, നിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റുക. നിൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും സങ്കടങ്ങളിലും പോരായ്മകളിലും ഇടപെടുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതലുള്ള വാക്കുകളിൽ നാം ധ്യാനിക്കുന്നുണ്ട്. അസ്ഥികളുടെ താഴ്വര ദൈവം പ്രവാചകന് നൽകുന്ന ഒരു ദർശനമാണ്. അസ്ഥികളുടെ താഴ്വര. അസ്ഥികളിങ്ങനെ കുമ്പാരമായിട്ട് കൂടിക്കിടക്കുകയാണ്. ദൈവം പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഈ അസ്ഥികളിതാ ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വരുമ്പോൾ അവ എഴുന്നേൽക്കുന്നു, അവ മനുഷ്യരൂപം പ്രാപിക്കുന്നു, അവയിലേക്ക് ഇതാ ജീവശ്വാസം ദൈവം അയക്കുമ്പോൾ അവ ശക്തമായ ഒരു സൈന്യമായിട്ട് നിലകൊള്ളുകയാണ്, ശക്തമായ ഒരു സൈന്യമായിട്ട് നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അസ്ഥികളുടെ താഴ്വരയിൽ നിന്നും എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു വലിയ സൈന്യത്തെ രൂപപ്പെടുത്തുവാൻ പാകത്തിന് ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം നമ്മുടെ കുറവുകളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, ബലഹീനതകളിൽ നമ്മൾ നിരാശപ്പെട്ട് ജീവിതത്തെ നയിക്കേണ്ടവരല്ല, മറിച്ച് ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന വലിയ ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, എസെക്കിയേൽ പ്രവചനം 37-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ: അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചുള്ള പരിവേദനകളാണ് ഇസ്രായേലിൻ്റെ നൊമ്പരമായിട്ട് ദൈവം വചനത്തിലൂടെ അരുളി ചെയ്യുന്നതെങ്കിൽ, ഇന്നിൻ്റെ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം പറയുകയാണ്, നിൻ്റെ പരാജയങ്ങളുടെ നടുവിൽ, നിൻ്റെ കുറവുകളുടെ നടുവിൽ, നിൻ്റെ ബലഹീനതയുടെ നടുവിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറണം, നിൻ്റെ ചിന്താരീതികൾ മാറണം. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച്.
ദേവാലയത്തിൻ്റെ ഭൂമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ നദി ഒഴുകിപ്പോകുമ്പോൾ കെട്ടിക്കിടക്കുന്ന മലിനജലത്തെ ശുദ്ധീകരിക്കുന്നു. അവിടെ മത്സ്യങ്ങൾ തഴച്ചു വളരുന്നു. ഈ നദിയുടെ ഇരുവശങ്ങളിലും വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു. അവയുടെ പച്ചപ്പ് കെട്ടുപോകുന്നില്ല. എസെക്കിയേൽ 47:12 തിരുവചനം പറയുന്നു, ഈ നദിയുടെ തീരത്തുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ രോഗശമനത്തിനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. കാരണം ഒന്ന് മാത്രം, ഈ നദി ആരംഭിക്കുന്നത് ദേവാലയത്തിൻ്റെ ഭൂമുഖത്ത് നിന്ന് ദൈവീക കൃപകളാൽ സമ്പൽ സമൃദ്ധമായ ഒരു നദിയാണിത്. പ്രിയമുള്ളവരെ, ഇതുപോലെയല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം? ദേവാലയത്തിൽ നിന്ന് മമദീസായിലൂടെ കുദാശകളുടെ സ്വീകരണത്തിലൂടെ ആരംഭിക്കുന്ന ഒരു ജീവൻ്റെ നദിയല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം? ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെട്ട ജീവിതത്തിൽ ഒഴുകിയെത്തുന്ന ഇടങ്ങളിൽ ഈ ചൈതന്യം പകർന്നു കൊടുക്കേണ്ടവരല്ലേ നമ്മൾ? നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക്, കണ്ടുമുട്ടുന്ന ജീവിത സാഹചര്യങ്ങളിലുള്ളവർക്ക് ജീവൻ്റെ ചൈതന്യത്തെ പകർന്നു കൊടുക്കുമ്പോൾ പ്രത്യാശയിലേക്ക് ജീവൻ പകരുന്ന ഔഷധമായിട്ട് എൻ്റെ വാക്കുകൾ, എൻ്റെ സാന്നിധ്യം, എൻ്റെ പ്രവൃത്തികൾ രൂപാന്തരപ്പെടണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം അതല്ലേ കാണിച്ചു തരുന്നത്? എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവളായിട്ട് മാറി. ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തളരേണ്ടവരല്ല, തകർന്നു പോകേണ്ടവരല്ല, പതറേണ്ടവരല്ല. ബലഹീനതകളിൽ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ കണ്ണുകളിൽ നാഥ നീയൊന്ന് തൊടണമേ, എൻ്റെ കണ്ണുകളിൽ നീയൊന്ന് സ്പർശിക്കണമേ. എൻ്റെ കാഴ്ചകളെ, വികലമായ കാഴ്ചപ്പാടുകളെ മാറ്റി എൻ്റെ ജീവിതത്തെ നീ നന്മ നിറഞ്ഞ കാഴ്ചകളിലേക്ക്, കാഴ്ചപ്പാടുകളിലേക്ക്, പുത്തൻ പ്രതീക്ഷകളിലേക്ക് കൈപിടിച്ച് നയിക്കണമേ. എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയ ഇസ്രായേലിനെ ഇതാ ഒരു മഹാസൈന്യമെന്നതുപോലെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടും. തീർച്ചയാണ്. കരങ്ങൾക്കൊപ്പം നമുക്ക് കണ്ണുകളൊന്നടയ്ക്കാം. ആ തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇതാ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിക്കുക. ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് നമ്മുടെ കടബാധ്യതകളാൽ സങ്കടപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, ഈ അവസ്ഥയിൽ തളർന്നു പോകേണ്ടവരല്ല. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കർത്താവ് നമുക്ക് നൽകും. ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഒരു നന്മയുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ, ഈ ദിവസങ്ങളിലെ വരുമാനത്തിൻ്റെ 1/10, ഒരു ഓഹരി നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് അത് അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സഹായമായിട്ട് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചാൽ അത് വലിയൊരു നന്മയുടെ പ്രവൃത്തിയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന പൈസ കൊടുക്കണമെന്നൊന്നും പറയണില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുക, നമ്മുടെ ഒരു ഓഹരി തമ്പുരാന് ദശാംശമായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകൃപകളിലേക്ക് തമ്പുരാൻ നയിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഈ ഒരു ബോധ്യത്തോടു കൂടെ എൻ്റെ ബലഹീനതയിൽ എൻ്റെ ദൈവം ഇടപെടും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ നമുക്ക് തമ്പുരാൻ്റെ കൃപ തുളുമ്പുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. സ്തുതി പാടും ഓസ്തിയിൽ വാഴും ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും ഓസ്തിയിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരും ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാ
പ്രാർത്ഥനയോടെ അൾത്താരയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണീശോയെ നമുക്ക് നോക്കാം. ഉള്ളൊന്ന് തുറന്നാൽ ഉള്ളിൽ വസിക്കുവാനായി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇതാ ഞാൻ നിന്റെ ഹൃദയവാതിൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം ഉള്ളിൽ പ്രവേശിക്കും, അവനോടൊപ്പം ഭക്ഷിക്കും, അവനോടൊപ്പം ഞാൻ എൻ്റെ ജീവിതത്തെ അവനോടൊപ്പമായിരുന്ന് അവൻ്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും. നമ്മുടെ ഉള്ളു തുറക്കാം, ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത വരികളോട് ചേർന്ന് പാടാം. ഉള്ളൊന്ന് തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ചേർന്ന് പാടാം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന ഒരിക്കൽ കൂടി സ്വരമുയർത്തി. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധിച്ചുകൊണ്ട് ആരാധനയുടെ പൊൻചിറകിൽ ചേർന്ന് പാടി. ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഖമാർ ചേർന്നു പാടും. ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ആരാധനയുടെ ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഖമാർ ചേർന്ന് പാടും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവികാരുണീശോയെ നോക്കാം. ഈശോയെ, അന്ധൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത് അവൻ്റെ കാഴ്ചപ്പാടുകളെ, ജീവിതത്തെ പൂർണ്ണമായി അങ്ങ് രൂപാന്തരപ്പെടുത്തിയതുപോലെ എൻ്റെ ജീവിത കാഴ്ചപ്പാടുകളെ നീ മാറ്റണമേ. നന്മയായത് കാണുവാൻ, എല്ലാ കാര്യങ്ങളിലും ദൈവീക ചൈതന്യം ദർശിക്കുവാൻ ഒരു പുത്തൻ ചൈതന്യം എനിക്ക് നൽകണമേ, ഒരു പുത്തൻ അഭിഷേകം നൽകണമേ കർത്താവേ. അതിനായി നിന്റെ നിറഞ്ഞ സാന്നിധ്യം എന്നിലുണ്ടാകട്ടെ. ആത്മാവിൻ്റെ വേദിയിൽ ഒരൾത്താര തീർക്കുവാൻ, അൾത്താരയിൽ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ എന്നതുപോലെ എൻ്റെ ജീവിതത്തെ അൾത്താരയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നാം ആയിരിക്കുന്ന ജീവിത മേഖലകളെ കർത്താവിൻ്റെ അൾത്താരയിലേക്ക് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ പാടാം. ഇതുപോലെ ഒരു അൾത്താര, ഇതുപോലെ ഒരു യേശു സാന്നിധ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സക്രാരി തീർക്കുവാൻ എനിക്ക് നീ കൃപയരുളണമേ. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാൻ, അൾത്താരയിൽ ബലിയായി നൽകാൻ. ആഗ്രഹത്തോടെ ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാൻ, അൾത്താരയിൽ എന്നെ ബലിയായി നൽകാൻ. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ ആരാധിച്ചുകൊണ്ട് ആരാധനയുടെ ചേർന്ന് പാടട്ടെ എല്ലാവരും. ആത്മാവിലലിഞ്ഞു ഞാൻ പറ
മാലാഖമാരുടെ സ്വർഗീയ സംഗീതത്തോട് ചേർന്ന് മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആരാധനയുടെ മൺചിറകിൽ, ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ. ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക്, പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുറവുകളിൽ സങ്കടപ്പെടാതെ സംതൃപ്തിയോടെ ദൈവം നൽകിയതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന അന്ധനെ ജനക്കൂട്ടത്തിൽ നിന്ന് ഈശോ പുറത്തേക്ക് കൊണ്ടുപോയി, ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകുവാൻ, പുതുമ നിറഞ്ഞ കാഴ്ചകളിലേക്ക് അവൻ്റെ ജീവിതത്തെ നയിക്കുവാൻ ജനക്കൂട്ടത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാം ശ്രവിച്ച വചനഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ചൈതന്യമുണ്ടാകണമെങ്കിൽ, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രത്യാശയോടെ നോക്കിക്കാണണമെങ്കിൽ, നീ ആയിരിക്കുന്ന ഇടത്തു നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരിടത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ മാറ്റണം. ഈ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് അന്ധയാചകനെ തമ്പുരാൻ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. നിൻ്റെ ജീവിതവും നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഇതാ കാലബിൻ്റെ ചൈതന്യം, ഒരു പുതു ചൈതന്യം നിന്നിൽ ഞാൻ നിക്ഷേപിക്കും. നിൻ്റെ ഹൃദയത്തിനൊരു നൂതന ചൈതന്യം ഞാൻ നൽകും. കർത്താവേ, ആ ഒരു ചൈതന്യം സ്വീകരിക്കുവാൻ, നീ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തുവാനായി പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കതിന് സാധിക്കുന്നില്ല. നല്ലത് കാണണമെന്നും നല്ലത് ചിന്തിക്കണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കതിന് സാധിക്കുന്നില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കുറവാണത്, ഒരു ബലഹീനതയാണ്. ഈ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തുവാനായി കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. വരിക വരിക യേശുവേ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക്. നമുക്കറിയാവുന്ന ഈ റെഡിയ ഒത്തിരി പഴയൊരു ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക്, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കർത്താവേ നീ വരണമേ. നിൻ്റെ കൃപകളിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ചേർത്ത് വയ്ക്കുമ്പോൾ അനുഗ്രഹമാക്കി മാറ്റുവാൻ നീ എന്നിലേക്ക് കടന്നു വരണമേ. കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ മടിയിൽ തുറന്നു വെച്ചുകൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ചേർന്നൊന്ന് പാടാം. വരിക വരിക യേശുവേ. വരിക വരിക യേശുവേ, എന്നിൽ ഒന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ,
ചേർന്ന് പാടട്ടെ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഇരുകരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ ശാന്തമായിട്ടൊന്ന് അടച്ച്. നാം വചനത്തിലൂടെ ശ്രവിച്ചല്ലോ, കർത്താവേ, ഒത്തിരി മുൻവിധികളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വാശി പിടിക്കുന്ന ഒരു ഞാനെന്ന ഭാവമുണ്ട്, ഒരഹംഭാവമുണ്ട്. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നതാണ് ശരി, എല്ലാവരും അങ്ങനെ തന്നെ പെരുമാറണമെന്നൊക്കെ വാശി പിടിക്കുന്ന ചില ദുശീലങ്ങൾ എന്നിലുണ്ട്. കർത്താവേ, എൻ്റെ ഈ ബലഹീനതയെ, എൻ്റെ ഈ കുറവിനെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈ ബലഹീനത എടുത്തു മാറ്റുവാൻ നീ എന്നിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ആഗ്രഹത്തോടെ എൻ്റെ അഹംഭാവം, ഞാനെന്ന ഭാവം മാറ്റി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാൻ. പരിശുദ്ധ അമ്മ എത്രത്തോളം എളിമപ്പെട്ടവളാണ്. ദൈവപുത്രൻ്റെ അമ്മയായിട്ട് പോലും ഇതായി തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. അത്രത്തോളം എളിമപ്പെട്ട പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ, ഞാനും എൻ്റെ ജീവിതത്തിൽ എളിമയുള്ള വിനയമുള്ള ഒരു വ്യക്തിയാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ചേർന്ന് പാടാം. വരിക വരിക യേശുവേ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ചേർന്ന് പാടുകേ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ ഹൃദയവാതിൽ ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. എല്ലാവരും ചേർന്ന് വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോ എന്ന് നോക്കിക്കേ. എന്തോരോ അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട്. നല്ല ആരോഗ്യം തന്നിട്ടില്ലേ? നല്ലൊരു കുടുംബം തന്നിട്ടില്ലേ? നല്ല ജീവിത മേഖലകൾ തന്നിട്ടില്ലേ? ഈശോയ്ക്ക് നന്ദി പറയണ്ടേ നമ്മൾ? കർത്താവേ, ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ. പക്ഷെ പലപ്പോഴും നന്ദി പറയുന്നതിനേക്കാൾ ഉപരിയായി ഈശോയെ, ഞാൻ എൻ്റെ കുറവുകളെ ഓർത്ത് പരാതിപ്പെട്ടിട്ടേ ഉള്ളൂ. എന്തുകൊണ്ട് എനിക്ക് നീ ഇത് നൽകുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാത്രം നീ അത് കൊടുക്കുന്നു എന്നൊക്കെ ഒത്തിരി ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് ഈശോയെ. സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുറവുകളിലേക്കല്ല, നിറവുകളിലേക്ക് നോക്കുവാൻ. കർത്താവേ, ആ ഒരു വലിയൊരു അഭിഷേകം നീ എന്നിലേക്ക് ചൊരിയണമേ. അതിനായി നീ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് കടന്നു വരണമേ എന്നാഗ്രഹിച്ച് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടിക്കേ. വരിക വരിക യേശുവേ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. സഭാപ്രസംഗകന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. ദൈവമനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരിയധികം ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, ഒത്തിരിയധികം അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയവാതിൽ തുറന്നിതാ, ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹൃദയവാതിൽ തുറന്നിതാ.
ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി സ്വരമുയർത്തി. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. സ്വന്തമായി കരങ്ങളും അടിയിൽ തുറന്നു വെച്ച് തമ്പുരാനെ ഒന്ന് നോക്കിക്കേ. വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തി. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം. അസ്ഥികളുടെ താഴ്വരയിൽ തമ്പുരാൻ പുതുജീവൻ നൽകുന്നു. അസ്ഥികളുടെ താഴ്വരയിൽ പുതുജീവൻ നൽകുന്ന പൊന്നുതമ്പുരാൻ. പ്രത്യാശ നഷ്ടപ്പെട്ട ഇസ്രായേൽക്കാരുടെ ജീവിതമാണതെന്ന് പ്രവാചകനിലൂടെ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവേ, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ഉണർവ് നീ എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം കണ്ടു. ജീവജലത്തിൻ്റെ അരുവി പോലെ ഒത്തിരി പേർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന, അതിൻ്റെ ഇരുവശങ്ങളിലെയും വൃക്ഷങ്ങളെ വളർത്തുന്ന, കെട്ടിക്കിടക്കുന്ന മലിനജലത്തെ ശുദ്ധീകരിക്കുന്ന വിധത്തിൽ കർത്താവെ, നീ എൻ്റെ ജീവിതത്തെ ജീവൻ്റെ അഭിഷേകം നൽകി. ജീവജലത്തിൻ്റെ നിറവ്, ജീവജലം പരിശുദ്ധാത്മാവ. ജീവൻ നൽകുന്നത്, ആത്മീയ ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവ. ഞാനായിരിക്കുന്ന ജീവിതാവസ്ഥയെ പ്രത്യാശയോടെ നോക്കിക്കാണുവാൻ എനിക്ക് കരുത്ത് നൽകുന്നത് പരിശുദ്ധാത്മാവ. ഉണങ്ങി വരേണ്ട എൻ്റെ ജീവിതത്തെ പ്രത്യാശപൂരിതമാക്കുന്നത്, പ്രകാശപൂരിതമാക്കുന്നത് പരിശുദ്ധാത്മാവ. പ്രിയമുള്ളവരെ, അപരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അപരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്ലീഹന്മാരിലേക്ക് ദൈവചൈതന്യത്തിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ അവരെ ഒരുക്കിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് അവരെ ഒരുക്കിയ പരിശുദ്ധ അമ്മേ, അമ്മയുടെ തിരുക്കുമാരൻ്റെ ദിവ്യകാരുണ്യ സവിധയെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളോട് കൂടെ അമ്മയും ഉണ്ടാകണമേ. അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവിന് വേണ്ടി, ഒരു പുത്തൻ ഉണർവിന് വേണ്ടി, ഒരു പുതുചൈതന്യം, പ്രത്യാശയോടെ എല്ലാം നോക്കിക്കാണുവാൻ, ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ പ്രത്യാശയോടെ എല്ലാം നോക്കിക്കാണുവാനായിട്ടുള്ള കൃപയാചിച്ചുകൊണ്ട് നമ്മൾ ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഘനത്തിൻ്റെ വരികളോട് ചേർന്നൊന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരമടിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് നിന്റെ ചൈതന്യം ഒഴുക്കണമെന്ന് ആഗ്രഹിച്ച് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പുതുചൈതന്യം ഞാൻ കാണുകയാണ്, ദർശിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 37-ന്റെ വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു.
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനേ ആരാധന, പിതാവേ ആരാധന. ഹല്ലേലൂയ, 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 കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിലും മുട്ടിന്മേലായിരിക്കുമ്പോൾ നമ്മുടെ ഇന്നിൻ്റെ നിയോഗം 15-ാം ദിനം അവസാന നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. വിമല സങ്കേതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം കടബാധ്യതകൾ നേരിടുന്ന എല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ്. സ്വയേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു, സമർപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ അയച്ചു തന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഒരപകടം പറ്റി ആശുപത്രിയിലായിരിക്കുന്ന സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപകടങ്ങളിൽ ആശുപത്രികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ ഇപ്പോൾ യാത്രയിലായിരിക്കുന്നവരൊക്കെ സമർപ്പിക്കുന്നു. കാത്തുപരിപാലിക്കണമേ, സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, കർത്താവേ ദുശീലങ്ങളിൽ നിന്ന് മോചനം നൽകണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയും ചൈതന്യവും ഇന്ന് പ്രത്യേകമായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. വിസ സംബന്ധമായ തടസ്സങ്ങൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. മാനസാന്തരത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ പൂർണ്ണമായ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ നിയോഗം കർത്താവെ സമർപ്പിക്കുന്നു. ഈ വിമല സങ്കേത ശുശ്രൂഷയോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും, ഈ നിമിഷം ഇത് വികാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിച്ച ഈരടികൾ വരിക വരിക യേശുവേ ചേർന്ന് പാടിക്കൊണ്ട് തമ്പുരാൻ്റെ കൃപ തുളുമ്പുന്ന അഭിഷേകമൂറുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, അതിനായി കടന്നു വരണമേ. വരിക വരിക യേശുവേ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനമാവാൻ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ
വന്നു നിറയൂ നീ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ഈ ദിവസങ്ങളിലെ വരുമാനത്തിന്റെ ഒരു ഓഹരി അർഹതയുള്ളവർക്ക് നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.